ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാർക്കറ്റ് മാഗ്നറ്റ്. ഭാവിയിൽ വളരെയധികം ഉയരാൻ സാധ്യതയുള്ള ഒരു കമ്പനി. വലിയൊരു പ്രോജക്റ്റാണ് ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. നേരത്തെ തൊട്ട് ഇതുപോലുള്ള പ്രോജക്റ്റുകൾ കിട്ടി അത് ഫുൾഫിൽ ചെയ്ത് നല്ല ട്രാക്ക് റെക്കോർഡുള്ള കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷെയർ പ്രൈസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. ആ കമ്പനിക്ക് ഇപ്പോൾ ഒരു വലിയൊരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അർബാന ടൗൺഷിപ്പ് എക്സ്റ്റൻഷൻ എന്നാണ് ഈ പ്രോജക്റ്റിൻ്റെ പേര്. ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇവർക്കൊരു ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള പ്രോജക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ 1095 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ബെഡ്റൂമുകൾ പ്ലോട്ട് 43 യൂണിറ്റ് പ്ലോട്ടുണ്ട്, അതായത് സ്ഥലങ്ങൾ. പിന്നെ 5 ബെഡ്റൂമിൻ്റെ 190 യൂണിറ്റ് 190 ഫ്ലാറ്റ്സ്, 4 ബെഡ്റൂമിൻ്റെ 562 ഫ്ലാറ്റ്സ്, 3 ബെഡ്റൂമിൻ്റെ 300 ഫ്ലാറ്റ്സ്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രോജക്റ്റാണ്. ഇത്രയും നിർമ്മിക്കാനുള്ള ഒരു ഓർഡറാണ്. ഞാൻ ഈ ന്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ വിശദമായിട്ട് വായിക്കാം. ഇപ്പോൾ ഇറങ്ങിയ ന്യൂസ് കേട്ടോ, അതായത് ജൂലൈ 12-ാം തീയതിയാണ് ഈ ന്യൂസ് വരുന്ന. ഡേറ്റ് ഇവിടെ കാണാൻ പറ്റും. BSEക്കാണ് കമ്പനി ഈ ഒരു ലെറ്റർ കൊടുത്തിരിക്കുന്നത്. BSEനെ അറിയിക്കണമല്ലോ. BSEക്ക് മാത്രമല്ല NSEക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പിന്നെ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റോട് കൂടി കമ്പനി അങ്ങോട്ട് നല്ല രീതിയിൽ വളരാനുള്ള സാധ്യത കൂടുതലല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഈ ആഴ്ച ഈ ഒരു കമ്പനിയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. ഈ ന്യൂസ് അധികമാരും അറിഞ്ഞിട്ടില്ല, കാരണം ഈ അടുത്ത് വന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ന്യൂസും കാര്യങ്ങളൊക്കെ ഫയലിങ്ങും കാര്യങ്ങളൊക്കെ തപ്പിപ്പോയപ്പോൾ കിട്ടിയതാണ്, അപ്പോൾ കണ്ടതാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ പഴയ ടെലിഗ്രാം ചാനൽ ബാനായത് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കുമല്ലോ. അതിപ്പോൾ ഫങ്ഷൻ അല്ല. അതുകൊണ്ട് നിങ്ങൾ പുതിയ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ PDF ഫയലും അതിലിട്ടേക്കാം കേട്ടോ. ഇത് മാത്രമല്ല 2 എണ്ണം ഉണ്ട്. ഈ കമ്പനിയുടെ മറ്റൊരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഫയലുകൾ ഞാൻ അതിലിട്ടേക്കാം, റെഫർ ചെയ്യാലോ. അതുപോലെ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും സ്റ്റോക്കുകളും ഒക്കെ വരുന്നത് ആ ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാകും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇടുന്നത്. ഇമ്പോർട്ടൻസ് കുറവാണെന്ന് തോന്നുന്നത് ഇടുന്നില്ല. അപ്പോൾ പിന്നെ ഒരു ഫിൽറ്ററിങ്ങും അവിടെ നടക്കും. എന്തായാലും ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലാണ്. അപ്പോൾ അതിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. നേരത്തെ ജോയിൻ ചെയ്തവർ ജോയിൻ ചെയ്യുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പഴയ ചാനലിൽ ജോയിൻ ചെയ്തവർ ആ ചാനലിൽ ഇനി അപ്ഡേഷൻസ് ഉണ്ടാവില്ല, കാരണം നമുക്കതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പുതിയ ചാനലിലായിരിക്കും പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ നിങ്ങൾ പഴയ ചാനലുള്ളവരാണെങ്കിൽ പുതിയതിൽ ജോയിൻ ചെയ്യുക. കമ്പനിയുടെ പേര് അഗി ഇൻഫ്ര ലിമിറ്റഡ് എന്നാണ്. 1032 രൂപയിലാണ് ലാസ്റ്റ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞ ദിവസം ഇത് 1% മുകളിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം മാർക്കറ്റ് നല്ല ഡൗൺ ആണല്ലേ. ഡൗൺ ആയിട്ട് വന്നിട്ടും ഈ കമ്പനി അത്രയധികം ഡൗൺ ആയിട്ടില്ലായിരുന്നു. ഇത് ഒരു ISO 9001 2008 സർട്ടിഫൈഡ് കമ്പനിയാണ്. അതുപോലെ തന്നെ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയിലെ മെമ്പർ കൂടിയാണ് കേട്ടോ. ഈ കമ്പനിയുടെ ബിസിനസ് മേഖല കൺസ്ട്രക്ഷൻ ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻ്റ് ആണ്. പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പ്രോജക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിലൊരുപാട് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള കമ്പനിയാണ്. പഞ്ചാബിലാണ് കേട്ടോ കമ്പനി. അതുപോലെ കമ്പനിക്ക് ഒരു മെഗാ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഇവിടെ വായിക്കാൻ പറ്റും. 5000 വീടുകളാണ് ജലന്ധറിൽ കമ്പനി നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു മോശം കമ്പനി അല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. കമ്പനിയുടെ റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ജലന്ധർ ഹൈറ്റ്സ് 2, അഗി സ്മാർട്ട് ഹോംസ്, അഗി പാലസ്, അഗി സ്കൈ ഗാർഡൻ, അഗി സ്കൈ വില്ലാസ്. ഇത്രയും റെസിഡൻഷ്യൽ പ്രോജക്റ്റുകളാണ്. കൊമേഴ്ഷ്യൽ പ്രോജക്റ്റുകളായിട്ടുള്ള അഗി പ്രൈഡ്, അഗി ബിസിനസ് സെൻറ്റർ 2 പ്രോജക്റ്റുകളാണുള്ളത്. അപ്പോൾ ഇനിയിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് പ്രോജക്ട്സ് ഇതാണ് നമുക്ക് വേണ്ടതല്ലേ. 7 റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾ ഇപ്പോൾ റണ്ണിംഗ് ആണ്. ജലന്ധറിലും ലുധിയാനയിലും കപൂർത്തലയിലും 1799 കോടിയുടെയാണ് മൊത്തം പ്രോജക്റ്റുകൾ വരുന്നത്. 7 എണ്ണത്തിൻ്റെ ഡീറ്റെയിൽ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ജലന്ധർ ഹൈറ്റ്സ് 2 എക്സ്റ്റൻഷൻ, അർബാന മാക്സിമ M2, സ്കൈ ഗാർഡൻ മാക്സിമ 2, ജലന്ധർ ഹൈറ്റ്സ് 3, അഗി സ്മാർട്ട് ഹോംസ് 2, അഗി സ്കൈ വില്ല. അപ്പോൾ ഇതിൻ്റെ ഓരോ പ്രോജക്റ്റിൻ്റെയും എസ്റ്റിമേഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി. ഞാനിത് സ്ക്രീനറിലാണ് നോക്കുന്നത്. മറ്റ് കാര്യങ്ങൾ അങ്ങനെ ഇവിടെ നോക്കേണ്ടതില്ലല്ലോ, കാരണം ROC ROE ഒക്കെ നന്നായിട്ടുണ്ട്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ അത് പറഞ്ഞ് സമയം കളയുന്നില്ല. സ്റ്റോക്കിൻ്റെ PE ആണെങ്കിൽ ഇൻഡസ്ട്രി PE വെച്ച് നോക്കുമ്പോൾ കുറവാണ്, ബുക്ക് വാല്യൂ വെച്ച് നോക്കുമ്പോൾ നല്ല കൂടുതലാണ്. അത് പിന്നെ ഇങ്ങനെയുള്ള കമ്പനികൾ നമുക്ക് വളരെ കുറഞ്ഞ ഒരു ബുക്ക് വാല്യൂവിൽ കിട്ടില്ല. EPS 27.3 ഉണ്ട്, പെഗ് റേഷ്യോ 1 പോയിൻ്റ് ഓക്കെ,
പ്രൊമോട്ടർ ഹോൾഡിംഗ് 72.9% ഉണ്ട്. പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ് വളരെ കൂടുതൽ, 8.55% ഉണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ കറക്ഷൻ വന്നിട്ട് ഈ കമ്പനി താഴെ പോയില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ചാർട്ട് കാണാം, ലൈൻ ചാർട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. കറക്ഷനൊക്കെ വന്നു, പക്ഷേ ഭയങ്കരമായിട്ട് ഒരു താഴേക്കുള്ള ഡ്രോപ്പ് കാണുന്നുമില്ല. കമ്പനി ഇപ്പോൾ നിൽക്കുന്നത് 52 വീക്ക് ഹൈയിലുമാണ്. നമ്മുടെ നിഫ്റ്റി 52 വീക്ക് ഹൈയിലേക്ക് വന്നിട്ടില്ല, പക്ഷേ കമ്പനി നിൽക്കുന്നത് 52 വീക്ക് ഹൈയിലാണ്. നമുക്ക് മാക്സിമം ചാർട്ട് എടുത്ത് നോക്കാം. 2016 മുതലുള്ള ചാർട്ട് ഇവിടെ അവൈലബിൾ ആണ്. അന്നേരം 50 രൂപയിലും 60 രൂപയിലും 40 രൂപയിലും ഒക്കെ ട്രേഡ് ചെയ്തുകൊണ്ട് 20 രൂപയിലേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. 2020 ആ കൊറോണയുടെ സമയത്തായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1000-ന് മുകളിലാണ്. ഞാൻ ഈ താഴെ ലെവലിൽ ട്രേഡ് ചെയ്യുന്നത്, അതായത് വളരാൻ സാധ്യതയുള്ള കമ്പനി എന്നാൽ ഇപ്പോൾ താഴ്ന്ന പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കമ്പനികൾ സെർച്ച് ചെയ്യുമായിരുന്നു ആക്ച്വലി. അങ്ങനെ സെർച്ച് ചെയ്ത് പോയപ്പോഴാണ് ഈ കമ്പനി കിട്ടിയത്. ഇത് ഓൾറെഡി അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇനിയും ഇത് വളരാൻ സാധ്യതയുണ്ട്. നമുക്ക് 1000 ഒരു 10,000 രൂപയിൽ കിട്ടിയാൽ മതി അല്ലേ. 1000 രൂപ നമ്മൾ എൻ്റർ ചെയ്യുന്നു, 10,000 രൂപ ആയി കിട്ടിയാൽ മതി. ഓക്കെ, മാർക്കറ്റ് ക്യാപ്പൊക്കെ കുറവാണ് കേട്ടോ. 2522 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്. സ്മോൾ ക്യാപ്പ് കമ്പനി തന്നെയാണ്, പക്ഷേ ഇത് കുറച്ചങ്ങ് വളർന്നുപോയി. അപ്പോൾ താഴെയുള്ള കമ്പനികൾ പിടിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട്. എന്തായാലും അതിൻ്റെ ഗവേഷണങ്ങളാണ്. അത് നമുക്ക് അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കിട്ടും. എന്തായാലും നമുക്ക് കുറച്ച് കമ്പനികൾ കിട്ടും. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് വലിയ രീതിയിൽ ഉയരാൻ സാധ്യതയുള്ള കമ്പനികൾ, എന്നാൽ അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ കിട്ടുക. അപ്പം അങ്ങനെ നോക്കിപ്പോയപ്പോഴാണ് എനിക്കിത് കൂടാതെ വേറെ കമ്പനികൾ കിട്ടിയിട്ടുണ്ട്, 2-3 ഉണ്ട്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ കമ്പനി. അതാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ കച്ചവടവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ചെറിയ കമ്പനിയാണ്. 91, 83 ഇങ്ങനെയൊക്കെ കോടിയാണ് ഇതിൻ്റെ കച്ചവടവും കാര്യങ്ങളും വരുന്നത്. പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പ്രൊമോട്ടർ ഹോൾഡിംഗ് നമ്മൾ ഓൾറെഡി കണ്ടു, 72.95%. FISനും DISനും ചെറിയ സ്റ്റേക്കേ ഉള്ളൂ കേട്ടോ, 1% പോലും ഇല്ല, വളരെ ചെറിയ സ്റ്റേക്കേ ഉള്ളൂ. പബ്ലിക്കിന് 26.47%. അപ്പോൾ ചെറിയ കമ്പനികൾ എടുക്കുമ്പോൾ അതിൻ്റേതായ റിസ്ക് കാര്യങ്ങളുണ്ടല്ലോ. ഇനി നമുക്ക് കമ്പനി കൊടുത്തിരിക്കുന്ന ഈ PDF ഫയലിലേക്ക് പോകാം. റെസിഡൻഷ്യൽ പ്ലോട്ടാണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. പഞ്ചാബ് സർക്കാരിൻ്റെ പെർമിഷന് ഇതിന് കിട്ടിയിട്ടുമുണ്ട്. ഇനി ഇത് കൂടാതെ വേറെ ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ, നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. കമ്പനിക്ക് മറ്റൊരു പ്രോജക്റ്റിൻ്റെ ലൈസൻസ് കൂടി കിട്ടിയിട്ടുണ്ട്. ഈ പ്രോജക്റ്റിൻ്റെ പേര് പ്രസ്റ്റീജ് ബൈ അഗി എന്നാണ്. ഇതും പഞ്ചാബിലെ ജലന്ധറിലാണ് നിർമ്മിക്കുന്നത് കേട്ടോ. ഇതൊക്കെ കമ്പനി എക്സ്ചേഞ്ചിൽ അറിയിച്ചിട്ടുള്ളതാണ്. ജൂലൈ 12-ന് തന്നെ NSEക്കും BSEക്കും കൊടുത്തിട്ടുള്ള ലെറ്ററാണ് നമ്മൾ ഈ കാണുന്നത്. ഹൗസിംഗ് പ്രോജക്റ്റാണ്. 3 ബെഡ്റൂമുള്ള 701 ഫ്ലാറ്റ്സ്, 2 ബെഡ്റൂമുള്ള 12 ഫ്ലാറ്റ്സ്, മൊത്തം 713 ഫ്ലാറ്റ്സിൻ്റെ ലൈസൻസാണ്, അത് നിർമ്മിക്കാനുള്ള ലൈസൻസാണ് ലഭിച്ചിരിക്കുന്നത്. ദ എബോവ് രജിസ്ട്രേഷൻ വിൽ ഫർദർ എനേബിൾ ദ കമ്പനി ടു ഇൻക്രീസ് ഇറ്റ്സ് റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് സെയിൽ ഓഫ് ഫ്ലാറ്റ്സ് ഓഫ് ദ എബോവ് പ്രോജക്റ്റ്. അപ്പോൾ കമ്പനിയുടെ കച്ചവടവും പ്രോഫിറ്റും ഒക്കെ ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് ഉയരും എന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഈ ലൈസൻസ് 2030 വരെ വാലിഡാണ്. അപ്പോൾ ഇത്രയുമാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള ന്യൂസുകൾ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ കാണുന്നതൊന്നും ആയിരിക്കില്ല കമ്പനി, ഇതിലും കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ട് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡിയും കാര്യങ്ങളുമൊക്കെ ചെയ്യുക. എന്തായാലും ഈ ഫയൽസ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇതുപോലെ ലഭിക്കുന്ന മറ്റു ഫയൽസും ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഗ്രൂപ്പിൽ കയറാത്തവർ ജോയിൻ ചെയ്തിരിക്കുക. എന്തായാലും നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്താൽ മതി. അപ്പോൾ മിക്കവർക്കും, ഈ വീഡിയോ കാണുന്ന മിക്കവർക്കും ഈ ഒരു കമ്പനി, ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി അറിയില്ല. പക്ഷേ നമുക്കൊരു മൾട്ടി ബാഗർ റിട്ടേൺ തന്നിട്ടുള്ള കമ്പനിയാണ്. ഇനിയും അതിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.